ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ നോവലിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗത്താണ് ഇന്നലെ നിർത്തിയത് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇന്നധികം നീട്ടി വലിക്കാതെ നമുക്ക് വേഗം കഥയിലേക്ക് പോകാം. സ്നേഹപൂർവ്വം ഫാമിലി ത്രില്ലിംഗ് നോവൽ അധ്യായം 10, നോവൽ തുടർച്ച. മാലയുടെ മിഴികൾ വിടർന്നു. മോൻ ആഗ്രഹിച്ച ഒരു സാധു കുട്ടിയെ തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കാനും അരിയേട്ടൻ തീരുമാനിച്ചു. അന്നൊരു തെറ്റേ അദ്ദേഹം ചെയ്തുള്ളൂ. മനുവിനെ പ്രസവിച്ചത് മറ്റൊരാളാണെന്ന കാര്യം പെൺവീട്ടുകാരെ വിളിച്ചു. ശോഭയുടെ നിർബന്ധമായിരുന്നു അത്. മനു തൻ്റെ മകനില്ലെന്ന് ആരും അറിയുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു. ആ വിവാഹം നടന്ന പിറ്റേന്ന് തന്നെ എൻ്റെ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ ആ നല്ല മരുമകൾക്ക് എഴുതി കൊടുക്കാമെന്ന് ഞാനും വാക്കു കൊടുത്തിരുന്നു. ഒപ്പം എൻ്റെ മനോവൈകല്യമുള്ള മകളെയും. പക്ഷേ ആ വിവാഹം നടന്നില്ല. വെളുപ്പിനെ തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളെ വിവാഹത്തിന് ക്ഷണിക്കാൻ പോകും വഴി അച്ഛനും വളർത്തമ്മയും ആ അമ്മയിൽ പറഞ്ഞ അനിയത്തിയുമായി ഇവിടെ ഇറങ്ങുമെന്ന് അവൻ രാത്രി വിളിച്ചറിയിച്ചിരുന്നു. അതറിഞ്ഞ ആ കിരാതൻ ഏതോ ഒരു പാണ്ടി ലോറി എടുപ്പിച്ച് ആ കുടുംബത്തെ മൊത്തം ഇരു കൈയും നെറുകയിൽ കമത്തി വെച്ച് അവർ വിങ്ങിപ്പൊട്ടി. അമ്മേ, മാലയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ടീച്ചർ സ്തംഭയായി. അന്ന് ആ വണ്ടിയിലുണ്ടായിരുന്നത് എൻ്റെ മനുവേട്ടനല്ലേ അമ്മേ? അതെ, എൻ്റെ വിനയ് തന്നെയാണ് മാല, നിൻ്റെ മനു. അവനവൻ്റെ സ്വന്തം അച്ഛനിട്ട പേര് അതായിരുന്നു. അല്ല, എൻ്റെ മനുവേട്ടൻ ആക്സിഡൻറ്റിൽ മരിച്ചു. ആ മരിച്ച മുഖം ഞാൻ കണ്ടതാണ്. ഞാനിത് വിശ്വസിക്കില്ല. അമ്മ പറയണത് ഞാൻ വിശ്വസിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്. സ്വന്തം തലതല്ലി അവൾ ഉറക്കെ നിലവിളിച്ചു. അധ്യായം 20. മോളെ. ദേവകി മാലയെ സ്വന്തം ദേഹത്തോട് ചേർത്ത് പിടിച്ചു. ആരെയാ നീ വിശ്വസിക്കില്ലെന്ന് പറയണത്? ആരാ നിന്നെ ചതിച്ചു എന്ന് പറയണത്? ഞാനോ അതോ എൻ്റെ മോനോ? എനിക്കറിയില്ല അമ്മേ. അവൾ വീണ്ടും കരഞ്ഞു. ഈ കേട്ടതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിനുവേട്ടനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടിപ്പോയി. എനിക്ക് വീണ്ടും ഭ്രാന്തായെന്ന് സംശയമായി. ഇപ്പോൾ അത് ബലപ്പെട്ടിരിക്കുന്നു. മരിച്ചു കിടക്കണം മനുവേട്ടനെ ഞാൻ കണ്ടതാ. പിന്നെങ്ങനെ മനുവേട്ടനും വിനയേട്ടനും ഒരാളായി ജീവനോടെ? മരിച്ചു കിടക്കണം മനുവിനെ നീ കണ്ടത് സത്യ. ഇപ്പം ജീവനോടെ വിനയ് എന്ന പേരിൽ അവൻ നിൻ്റെ മുന്നിൽ വന്നതും സത്യ. വളരെ അപൂർവമായി സംഭവിക്കണ ഒരു സത്യം. നിന്റെ സ്നേഹമാവാം അവനെ തിരിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ അമ്മയുടെ പ്രാർത്ഥന. ഒരാൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത് പൂർണ്ണമായും ശ്വാസം നിലയ്ക്കുമ്പോഴാണല്ലോ. അപ്പോഴല്ലേ നാസദ്വാരങ്ങൾ കോട്ടൺ കൊണ്ട് അടയ്ക്കണത്. ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ മനുവേട്ടനെ കണ്ടത് സത്യം മോളെ. ശ്വാസം നിലച്ചുപോയ എൻ്റെ മകൻ്റെ ശരീരം അവൻ്റെ അച്ഛൻ്റെ തൃപ്പൂണിത്തറയിലുള്ള വീട്ടിലൊരുക്കിയ ചിതയിൽ കൊണ്ടുവച്ചതാണ്. അച്ഛൻ്റെ അനുജൻ്റെ മകനായ 14-കാരൻ ഉണ്ണി ആ ദേഹത്ത് കൊള്ളിവെച്ചതുമാണ്. അപ്പോഴാണ് ആ ദേഹം ഒന്ന് പിടഞ്ഞത്. ഒരു നിമിഷം മാലയും ഒന്ന് പിടഞ്ഞുപോയി. അവളുടെ മിഴികൾ വിടർന്നു. എത്രയും വേഗം അവനെ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവൻ്റെ അച്ഛൻ്റെ സഹോദരന്മാർ ജീവൻ തിരിച്ചു കെട്ടിയെങ്കിലും ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. അച്ഛനും പെറ്റമ്മയേക്കാൾ അവന് പ്രിയപ്പെട്ട വളർത്തമ്മയും അനിയത്തി മീനുവും ചിതയിൽ എരിഞ്ഞടങ്ങിയത് അവൻ അറിഞ്ഞത് 2 മാസങ്ങൾക്ക് ശേഷം ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോഴാണ്. മനുവേട്ടൻ രക്ഷപ്പെട്ട കാര്യം ആരും എന്നോട് പറഞ്ഞില്ല. എൻ്റെ റോജ പോലും. അവരാരും അറിഞ്ഞിട്ടുണ്ടാവില്ല മോളെ. ഈ ഞാൻ പോലും അറിഞ്ഞത് എത്രയോ വൈകിയ. എൻ്റെ മോൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ ബോധഹീനയായ ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ കണ്ണു തുറന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ മോനെയും ഞാൻ കിടക്കുന്ന മുറിയിലെത്തിച്ചു. അടുത്തടുത്ത കട്ടിലുകളിൽ ഞാനും മോനും. അരയ്ക്ക് കീഴോട്ട് എൻ്റെ ദേഹം തളർന്നിരുന്നു. മോൻ അബോധാവസ്ഥയിലും. എങ്കിലും അവനെ എനിക്ക് ജീവനോടെ കാണാൻ കിട്ടിയല്ലോ. എൻ്റെ ജീവനെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണേന്നുള്ള പ്രാർത്ഥന ദൈവം ചെവികൊണ്ടു. പക്ഷെ അപകടഭീതിയിൽ നിന്നും ഞങ്ങൾക്ക് കരകയറാനായില്ല. ഗംഗാധരൻ സാർ. മാല ദേവകിയെ നോക്കി. അതെ, അവർ വിതുമ്പി. അവനെ മാത്രമല്ലല്ലോ, നന്മയുടെ അവതാരങ്ങളായ അവൻ്റെ അച്ഛൻ്റെയും വളർത്തമ്മയെയും ഒന്നും അറിയാത്ത ആ കുരുന്നു പെൺകുട്ടിയെയും ആ ദുഷ്ടൻ കുരുതി കഴിച്ചില്ലേ? സ്വാഭാവികമായ ഒരു അപകടത്തിൻ്റെ ഛായയിൽ ആർക്കും ഒരു സംശയം അവശേഷിപ്പിക്കാതെ
തളർന്നു കിടക്കണ എനിക്കെങ്ങനെ അയാൾ ഒറ്റ കൊടുക്കാനാവും? അഴികൾക്കകത്താകും മുമ്പേ എൻ്റെ മോനെ ഇല്ലാതാക്കിയിരിക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. മനോവൈകല്യം ബാധിച്ച എൻ്റെ മകളുടെ അച്ഛൻ കൂടിയല്ലേ അയാൾ. ഭൂമിയോളം ഞാൻ ക്ഷമിച്ചു. എന്നിട്ടും അയാളുടെ ദുരാഗ്രഹം അടങ്ങിയില്ല. അബോധാവസ്ഥയിൽ കഴിയണ എൻ്റെ വിനയെക്കൊണ്ട് അയാളുടെ മരുമകളായ രാഗിയെ കല്യാണം കഴിപ്പിക്കണമെന്നതായിരുന്നു അടുത്ത ഡിമാൻഡ്. അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരു വ്യക്തിയുമായുള്ള വിവാഹത്തിന് നിയമസാധ്യത ഉണ്ട് അമ്മേ. പണവും സ്വാധീനവുമുള്ള വക്രബുദ്ധികൾക്ക് നിയമത്തെ എങ്ങനെയും വളച്ചൊടിക്കാനാവുമല്ലോ. ആ സമയത്ത് അവൻ സുബോധത്തിലായിരുന്നു എന്ന് ഡോക്ടർമാരെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ചാൽ പോരെ. ഈ ഇടപാടിനെ ഞാൻ അനുകൂലിച്ചില്ലെങ്കിൽ സുബോധത്തിലെത്തും വരെ എൻ്റെ മോൻ ജീവിച്ചിരിക്കില്ലത്രേ. പറഞ്ഞാൽ അയാൾ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ അനുസരിച്ചു. രാഗി പക്ഷേ എങ്ങനെ ഇതിനെ അനുകൂലിച്ചു അമ്മേ? ദുഷ്ടതയിൽ അമ്മാവനാണോ മരുമകളാണോ മേലെന്ന് ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാനായിട്ടില്ല. നീയുമായുള്ള വിവാഹം തീരുമാനിക്കും മുൻപ് തന്നെ വിനു വല്ലപ്പോഴും എന്നെ കാണാൻ ഇവിടെ എത്തുമായിരുന്നു. അന്നേ ഇവിടെ സ്ഥിരതാമസക്കാരിയായിരുന്ന രാഗി അവനെ നോട്ടോട്ടിരുന്നു. അവനെ കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് അവൾ സ്നേഹം നടിച്ചിരുന്നു. എങ്ങനെയും അവനെ സ്വന്തമാക്കുക എന്ന് അവളുടെ ലക്ഷ്യമായിരുന്നു. അവൻ്റെ സ്വത്തുക്കളോടാണോ അവനോടാണോ അവളുടെ സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും മരുമകളെ ഉപയോഗിച്ച് സ്വത്തുക്കൾ പിടിച്ചെടുക്കുക മാത്രമായിരുന്നു അമ്മാവൻ്റെ ഉന്നം. എന്നിട്ട് ശരിക്കും ആ കല്യാണം നടന്നു. ആശുപത്രി മുറിയിൽ രജിസ്ട്രറെ വരുത്തി രേഖക്കായി ഒരു ചടങ്ങ്. അടുത്ത കിടക്കയിൽ കിടക്കണ എൻ്റെ മുഖവും വീഡിയോയിൽ പതിഞ്ഞിരുന്നു. അതോടെ ഞാനൊരു വിറ്റ്നസ് ആയില്ലേ. സുബോധം വന്നപ്പോൾ ഞാൻ പറഞ്ഞാണ് എൻ്റെ കുഞ്ഞ് ആ സത്യം അറിഞ്ഞത്. അതോടെ അവനും രാഗിയെ കാഞ്ഞിരപ്പഴം പോലെ കയ്പായി. അവനപ്പോഴും മാലയെക്കുറിച്ചാണ് തിരക്കിയത്. പെട്ടെന്നൊരു ഏങ്ങലിൽ അവൾ ദേവകിയുടെ മടിയിലേക്ക് ചാഞ്ഞു. സ്നേഹപൂർവ്വം അവർ മാലയുടെ നെറുകയിൽ ചുംബിച്ചു. എൻ്റെ കുഞ്ഞിനെയും അയാൾ പക്ഷേ ഭീഷണിയിൽ കുരുക്കി. നീ മാലയിലേക്ക് വീണ്ടും തിരിച്ചു പോയാൽ തളർന്നു കിടക്കണം നിൻ്റെ അമ്മ പിന്നെ ഉണ്ടാവില്ല എന്നായിരുന്നു താക്കീത്. മോള് ഭ്രാന്താശുപത്രിയിലായിന്നറിഞ്ഞ് അവൻ പ്രാണവേദനയോടെ പെടേണത് ഞാൻ കണ്ടു. പൊയ്ക്കോളാൻ അവനോട് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. ആ ദുഷ്ടൻ എന്നെ അപകടത്തിലാക്കുമെന്നായിരുന്നു എൻ്റെ മോൻ്റെ ഭയം. തൃപ്പൂണിത്തറയിൽ അവൻ്റെ പ്രിയപ്പെട്ട കൊച്ചച്ചന്മാർക്ക് നിൻ്റെ കാര്യത്തിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. എന്നിട്ടും മനു ജീവിച്ചിരിക്കുന്ന കാര്യം അവർ നിങ്ങളെ അറിയിക്കാതിരുന്നത് അഡ്വക്കേറ്റ് ഗംഗാധരൻ നായർ ആരാണെന്ന് നല്ല ബോധമുള്ളതുകൊണ്ടാണ്. മനുവേട്ടൻ ജീവനോടെ ഉണ്ടെന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമായല്ലോ അമ്മേ. എനിക്കത് മാത്രം മതി. ഒരവകാശവും വേണ്ട എനിക്ക്. രാഗി എടുത്തോട്ടെ അദ്ദേഹത്തെ. എനിക്ക് അകലെ നിന്നും കണ്ടാൽ മതി. സത്യത്തിൽ കാണണമെന്ന് പോലും ഇല്ല. എവിടെയെങ്കിലും സുഖമായിരിക്കണമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. കൈകൾ കൂപ്പി മാല ഏങ്ങലടിച്ച് കരഞ്ഞു. എന്നാലും രാഗിയിൽ നിന്നും വിനുവേട്ടനെ ഞാൻ തട്ടിപ്പറിക്കില്ലമ്മേ. അതിനെനിക്കാവില്ല. ഏതായാലും വിനുവേട്ടനായി എൻ്റെ മനുവേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് സന്തോഷമായി. ഞാനിനി തിരിച്ചു പോയിക്കോളാം. ഇല്ല. ആ സ്വരം ഉറച്ചു. വിനുവിനെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ എനിക്ക് വേണം. എനിക്കുള്ളതെല്ലാം നിൻ്റെ പേരിൽ ഞാൻ എഴുതി വെക്കാൻ തീരുമാനിച്ചു. വിനുവിനുള്ളത് നീ കൊടുത്താൽ മതി. ഒപ്പം എൻ്റെ മോള് ശ്രദ്ധയെ നീ സ്വന്തം കൂടപ്പുറപ്പായി നോക്കുകയും വേണം. മനു കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കുട്ടിയുടെ ഫോട്ടോയെങ്കിലും ഒന്ന് കാണാൻ ഞാൻ കുറിച്ചതാ. കല്യാണത്തിൻ്റെ അന്ന് നേരിൽ കാണണമെന്നോർത്ത് അതും നടന്നില്ല. അമല എന്ന പേരിൽ വിനു കൊണ്ടുവന്ന ഹോം നേഴ്സ് അവൻ്റെ പ്രിയപ്പെട്ട മാലയാണെന്ന് ഞാൻ അറിഞ്ഞേയില്ല. അതറിഞ്ഞപ്പോഴുള്ള എൻ്റെ സന്തോഷം നിനക്ക് ഊഹിക്കാനാവില്ല. ആ സന്തോഷം നീ എന്നിൽ നിന്നും തട്ടിപ്പറിക്കല്ലേ മോളെ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അമ്മ നിന്നെ നോക്കിക്കൊള്ളാം. മറുപടിയില്ലാതെ അവൾ അമ്മയുടെ മടിയിൽ കിടന്ന് ഏങ്ങലമർത്തി. സുഭാഷിണി എന്ന സ്വന്തം അമ്മയല്ല ഇതെന്ന് മാലയ്ക്ക് വിശ്വസിക്കാനായില്ല. ടീച്ചർക്കുള്ള ഭക്ഷണമായി വന്നപ്പോഴാണ് അവർ താനെ കിടക്കിൽ നിന്നും എഴുന്നേറ്റു എന്ന കാര്യം ശാരദയ്ക്ക് മനസ്സിലായത്. അവൾ സന്തോഷം കൊണ്ട് വിമ്മി വിമ്മി കരഞ്ഞു. എല്ലാം ഈ കൊച്ചൊരുത്തിയുടെ ശുശ്രൂഷയുടെ ഫലമാണ് ടീച്ചറെ. എത്രയെത്ര ഹോം നേഴ്സുമാർ വന്നുപോയി. ആഴ്ചയിൽ ആൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തിക്ക് ഇങ്ങനെ ഒരു വർക്കത്തുണ്ടായേ. പോകുമ്പോൾ ഇതിനെ കൈനിറച്ചെന്തെങ്കിലും കൊടുത്തു വിടണേ ടീച്ചറെ. എനിക്കിതിൻ്റെ സ്വന്തം കൊച്ചു പോലെയാണ്. നിനക്കിത് സ്വന്തം കൊച്ചു പോലെയാണെങ്കിൽ എനിക്കിവിടെ എൻ്റെ സ്വന്തം കൊച്ചു തന്നെയാണ്. മാലയെ ചേർത്ത് പിടിച്ച് ദേവകി അഭിമാനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് കൈനിറച്ചെന്തെങ്കിലും കൊടുത്തു വിടാനല്ല എൻ്റെ പ്ലാൻ, എൻ്റെ ഒപ്പം നിർത്താനാണ്. എങ്കിൽ 100 ഗുണം കിട്ടും ടീച്ചറെ. അനാഥ കൊച്ചല്ലേ. അങ്ങനെയുള്ള ഒരെണ്ണത്തിനോട് കരുണ കാണിച്ച
അത് ഈ കാൽച്ചോട്ടി കിടന്നോളും. എൻ്റെ കാൽച്ചോട്ടി കിടത്താനല്ല, ഈ കുടുംബത്തിൽ വാഴിക്കാനാണ് ഞാൻ പോണത്. നിനക്കിവിടെ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതുവരെ എൻ്റെ വിനു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന കുട്ടിയാണ് മാല, എറണാകുളത്തെ കുട്ടി. അപ്പോൾ അനാഥയല്ലേ? ശാരദ മൂക്കിൽ വിരൽ ചേർത്തു. വിനു പറഞ്ഞിട്ടാ ഇവൾ ആ രീതിയിൽ അഭിനയിച്ചത്. ഇവൾക്കൊരമ്മയും അനുജത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൊച്ചിന് ഭ്രാന്ത് വന്നു എന്ന് പറഞ്ഞതോ? വിനുവിൻ്റെ അപകടം പറഞ്ഞപ്പോൾ ഭ്രാന്ത് വന്നു എന്ന് പറഞ്ഞത് നേരാ. പക്ഷെ ഇവൾക്കിപ്പോൾ ഇതൊക്കെ ഭേദമായി. ഈശ്വര, എനിക്കിതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വരണാട്ടമ്മേ, അപ്പം ഇത്രനാളും ഞങ്ങളെയൊക്കെ കളിപ്പിക്കുമായിരുന്നു അല്ലേ മോള്? നിങ്ങളെ മാത്രമല്ല, എന്നെയും. ദേവകി ചിരിച്ചു. ഒരു കണക്കിനിത് നന്നായി കേട്ടോ. അമ്മാവനും മരുമോളും അറിഞ്ഞാൽ ഇതിൻ്റെ പൊടി പിന്നെ കാണുമോ? ഏതായാലും ഭാർഗവിയേച്ചി അറിയണ്ട കേട്ടോ. അതിൻ്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ലെന്നേ. രാഗിമോൾ അറിഞ്ഞാൽ കുഴപ്പാ. ആളാരാന്നറിയാണ്ട് തന്നെ ഏതു നേരം മുറിവുറുപ്പും കലിപ്പുക. അപ്പോൾ സത്യം അറിഞ്ഞല്ലോ. സത്യം എല്ലാവരും അറിഞ്ഞു ശാരദേ. അതാ ഒളിച്ചുകളി അവസാനിപ്പിച്ചേ. ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച. അയ്യോ, ശാരദ വായി പൊളിച്ചു. അമ്മാവനും മരുമോളും അടങ്ങിയിരിക്കുമോ? അപകടം ഈ കൊച്ചിനാ. അതിന് ഞാനിവിടെ ആർക്കെങ്കിലും വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? എന്നാലും ഞാൻ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാ. താഴെ രണ്ടുപേരും ഉണ്ട്. ശാരദ ശബ്ദം താഴ്ത്തി. വക്കീലദ്ദേഹവും രാഗിമോളും. രാഗിമോൾ ഇന്ന് ഓഫീസിൽ പോകാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ. വക്കീലദ്ദേഹം കോടതിയിലും പോയിട്ടില്ല. വല്ല ഗൂഢാലോചനയായിരിക്കും. താഴെ ഇരുന്ന് ആലോചിക്കേ ഉള്ളൂ. ഇനി മുകളിലോട്ടിൽ വരില്ല. ഓഫീസിൽ പോവാം. വിനു താഴെയുണ്ട്. എന്നാലും സൂക്ഷിക്കണേ, ശാരദ അപേക്ഷിച്ചു. ചതിക്കാൻ നോമ്പ് നോറ്റിരിക്കുന്നവർക്ക് എപ്പോഴായാലും ഒരവസരം കിട്ടും ടീച്ചറെ. നമ്മളൊക്കെ 2-3 പ്രാവശ്യം ആലോചിച്ചിട്ടേ എന്നതെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. ദുഷ്ടന്മാർക്ക് വെട്ടൊന്ന് തുണ്ടൻ 2 എന്നേ ഉള്ളൂ. ഇതൊരു ചെറുപ്പക്കാരി പെങ്കൊച്ച. ഒരാപത്തിൽ കൊണ്ട് ചാടിച്ചിട്ടിട്ട് കൈകാലിട്ടടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അവൾ തിരിഞ്ഞു നടന്നു. ശാരദേ നിൽക്ക്, ദേവകി ആവശ്യപ്പെട്ടു. എന്നാ ടീച്ചറെ? ശാരദ തിരിഞ്ഞു നിന്നു. എനിക്കെൻ്റെ ശ്രദ്ധയൊന്ന് കാണണം. അത് രാഗിമോടെ മുറി കാണും. ടീച്ചറെ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വിളിച്ചതാ ഞാൻ. വരത്തില്ല. രാഗി ചേച്ചി സ്വന്തം ചേച്ചിയെന്നാ അതിൻ്റെ വിചാരം. വക്കീൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്നതും അങ്ങനെ. ടീച്ചറും വിനുമോനും ശത്രുക്കളാണെന്ന്. രാഗിമോള് എന്നാവൊക്കെ ചെയ്താലും വാടി ഇവിടെ എന്ന് പറഞ്ഞാൽ അന്നേരം ഓടി കൂടെ ചെല്ലും. വയസ്സ് 10-24 അതിൻ്റെ ഉൾവെളിവില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? ശാരദ ചെന്ന് വിളിക്കുന്നു വേണ്ട. എൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഞാൻ ചെന്ന് അവളെ കണ്ടോളാം. ഒന്ന് പിച്ച നടക്കാറായി എന്ന് വെച്ച് പടിയിറങ്ങി പോവാനൊന്നും ഞാൻ സമ്മതിക്കില്ല. വല്ല വയ്ക്കുകയും വല്ലതും ചെയ്താലേ പിന്നെ ഒന്നേന്ന് തുടങ്ങണം ചികിത്സ. പടിയിറങ്ങണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി അടുക്കളയിലെ ഭാഗത്ത് വിനി ഒരു ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ? അതുവഴി നമുക്ക് പോകാം. അയ്യോ ടീച്ചറെ, അതിൻ്റെ സ്വിച്ചിടാനൊന്നും എനിക്കറിയത്തില്ല. അതെനിക്കറിയാം, മാല പറഞ്ഞു. അമ്മയെ ഞാൻ കൊണ്ടുപോവാം. ശാരദമ്മ പോയിക്കോളൂ. രാഗിമോളുടെ മുറിയിലോട്ടൊന്നും കൊച്ചു പോകണ്ട കേട്ടോ. ശാരദ കഴിച്ചുകൊണ്ടി. കരയിലേക്ക് ഇരിക്കുമായിരിക്കും ഇപ്പം. ശാരദ പോയിക്കോളൂ. ടീച്ചർക്ക് ശുണ്ടി വന്നു. മാല എന്നെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ കൂടെ ഉള്ളപ്പോൾ അവളെ ആരും തൊടില്ല. മാലയുടെ കൈപിടിച്ചാണ് അവർ രാഖിയുടെ മുറിയുടെ വാതിൽക്കലെത്തിയത്. ഡോർബെല്ലിൻ്റെ സ്വിച്ച് അമർത്തിയത് ദേവകിയാണ്. വാതിൽ തുറന്നത് രാഖിയും. മാലയുടെ കൈപിടിച്ച് നിവർന്നു നിൽക്കുന്ന അമ്മായിയെ കണ്ട് അവളുടെ മിഴികളൊന്ന് വിടർന്നു. അടുത്ത നിമിഷം പുച്ഛത്തിൽ ആ ചുണ്ടുകൾ കോടുകയും ചെയ്തു. അകത്ത് ശ്രദ്ധയുണ്ടോ എന്നാണ് ദേവകിയുടെ കണ്ണുകൾ തിരിഞ്ഞത്. വാതിൽ വിരിക്ക് പിന്നിൽ മകൾ ഒളിക്കുന്നത് അവൾ കണ്ടു. ശ്രദ്ധ, ദേവകി വിളിച്ചു. ഇങ്ങോട്ട് വരൂ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണ്ട, ഞാൻ വരത്തില്ല. വാതിൽ വിരി കൊണ്ട് ദേഹം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ചിടുങ്ങലിൽ അറിയിച്ചു. ഉടൻ രാഗി ചെന്ന് ശ്രദ്ധയെ കാട്ടൻ്റെ പൊതിച്ചിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അമ്മ വിളിക്കണത് കേട്ടില്ലേ ശ്രദ്ധ? നീ കൊച്ചൊന്നുമല്ലല്ലോ. എന്നേക്കാൾ മാസം എളുപ്പമേ ഉള്ളൂ. വേഗം അമ്മയുടെ കൂടച്ചില്. പൊയ്ക്കോ. മരുമകളുടെ ആ സംസാരം ദേവയ്ക്ക് വിശ്വസിക്കാനായില്ല. മുൻപില്ലാത്തൊരു പാകത വാക്കുകളിൽ. ഞാൻ പോവില്ലടി കുരങ്ങത്തി. ശ്രദ്ധ രാഗിയുടെ കൈത്തണ്ടയിൽ മാന്തി. അമ്മ വിളിച്ചാൽ പോകണ്ടെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയല്ലെന്ന്. എരിവ് പടർന്നതുപോലെ ദേവകി പലകുറി കണ്ണുകൾ അടച്ചു തുറന്നു. കണ്ണിലും മൂക്കിലും നീർ തടഞ്ഞു. വേണ്ട, അവർ പറഞ്ഞു.
മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വരണ്ട. അപ്പോൾ രാഗി ശ്രദ്ധയെ ശ്വസിച്ചു. പെറ്റമ്മയെ സങ്കടപ്പെടുത്തിയ പാവം ഉണ്ടാവും കേട്ടോ പെണ്ണെ. വേണ്ട, നിന്നോടെനിക്കിനി കൂട്ടില്ല. അവൾ തിരിഞ്ഞ് അകത്തേക്ക് പോയി. മാലയുടെ കൈ പിടിച്ച് ദേവകി തിരിഞ്ഞു നടന്നു. മുകളിലെ മുറിയിലെത്തിയപ്പോൾ അവർ ചോദിച്ചു, രാഗി എന്നെ കളിയാക്കിയതാണോ? അതോ അവൾക്കെന്തെങ്കിലും മാറ്റം? അവളുടെ വർത്തമാനം എനിക്ക് വിശ്വസിക്കാനായില്ല. കളിയാക്കിയതാവില്ലെന്ന് തീർച്ചയാ, മാല പറഞ്ഞു. ചിലപ്പോൾ മാറ്റം വന്നിരിക്കാം, അല്ലെങ്കിൽ മാറ്റം അഭിനയിക്കുന്നതാവാം. രാവിലെ ഗംഗാധരൻ നായർ മുറിയിലെത്തി സീനുണ്ടാക്കിയതിനാൽ മുറിയിലെ വേസുകളിലെ പൂക്കൾ മാറ്റിയിരുന്നില്ല. വൈകുന്നേരമായപ്പോൾ പുതിയ പൂക്കൾ ശേഖരിക്കാനായി മാല പൂക്കുടയുമായി ഗാർഡനിലെത്തി. അവൾ പൂവ് പൊട്ടിക്കുമ്പോഴാണ് അരികിൽ നിന്നൊരു വിളി, മാല. മാല തിരിഞ്ഞു നോക്കുമ്പോൾ ഗാർഡന് മധ്യേയുള്ള കോൺക്രീറ്റ് പാതയിൽ സ്വന്തം കാറിനുള്ളിലെ രാഗി. പെട്ടെന്ന് അവൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് കൈയാട്ടി മാലയെ വിളിച്ചു. മടിച്ചാണ് അവൾ പൂക്കുടയുമായി അടുത്ത് ചെന്നത്. നിന്നോടുള്ള മത്സരം ഞാൻ നിർത്തി മാല. രാഗി പുഞ്ചിരിച്ചു. ഞാൻ തോറ്റിരിക്കണു. പക്ഷെ പറഞ്ഞിട്ട് അവൾ മാലയുടെ കൈക്ക് കടന്നു പിടിച്ച് ബലമായി തൻ്റെ കാറിനകത്തേക്ക് തള്ളുകയാണ് ചെയ്തത്. പിന്നെ വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് ഓടി ഡ്രൈവിംഗ് സീറ്റിൽ കടന്നിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് അമ്പരപ്പടങ്ങി മാല അപകടത്തെക്കുറിച്ച് ബോധവതിയായപ്പോഴേക്കും രാഗിയുടെ വണ്ടി ദേവഗംഗയുടെ കേറ്റ് കടന്ന് റോഡിലൂടെ പറക്കൽ ആരംഭിച്ചിരുന്നു. 21. രാഗിയുടെ അരികിലിരുന്ന് മാല കരഞ്ഞു. എങ്ങടാ എന്നെ കൊണ്ടുപോകണത്? ഡ്രൈവിങ്ങിനിടയിൽ തിരിഞ്ഞു നോക്കാതെ രാഗി ചിരികൊട്ടി. എങ്ങടാന്നൊക്കെയുള്ള വളിച്ച ഭാഷയൊന്നും എനിക്ക് ദഹിക്കത്തില്ല മോളെ. ഞാനൊരു തെക്കത്തിയ. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ മറുപടി തരാം. നിന്നെ ഞാൻ വിൽക്കാൻ കൊണ്ടുപോവുക. അത്രമാത്രം അറിഞ്ഞാൽ പോരായോ? അതോടെ മാല കാറിൻ്റെ വാതിൽ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വെറുതെ കൈ കഴപ്പിക്കണ്ട പെണ്ണെ. ഞാൻ ഡോറ് ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ വിചാരിക്കാതെ അത് തുറക്കത്തില്ല. ഇതൊരു ഇമ്പോർട്ടഡ് കാറാ. വിരലിലെണ്ണാവുന്നവർക്ക് കേരളത്തിൽ ഈ വണ്ടി സ്വന്തമായുള്ളൂ. നിന്നെ കൊണ്ടുപോകാനായി ഞാൻ എൻ്റെ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിരന്ന് വാങ്ങിയതായി വണ്ടി. ആദ്യമായ ഞാനിതിൻ്റെ സ്വിച്ച് കൈ കൊണ്ട് തൊടുന്നു. പക്ഷെ അതിശയം കേട്ടോ, ഇവനെ എനിക്കിപ്പോൾ നന്നായി വഴങ്ങുന്നുണ്ട്. ഇതിനുള്ളിൽ കിടന്ന് ഞാൻ ഉറക്കെ കരയും. കരഞ്ഞാട്ടെ മണി. രാഗി ചിരിച്ചു. ഒന്നാമത് ഇതിനകത്തുനിന്ന് ശബ്ദം പുറത്തു കേൾക്കത്തില്ല. രണ്ടാമത് ഇതിനകത്ത് കിടന്ന് നീ തലകുത്തി മറിഞ്ഞാലും ഇത്ര വേഗത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ പുറത്തുള്ളൊരു കുഞ്ഞും അറിയത്തുമില്ല. എങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാം. സ്റ്റിയറിംഗ് നിയന്ത്രിച്ചിരുന്ന അവളുടെ കയ്യിൽ മാലപ്പെടുത്തോട്ട്. വണ്ടി തിരിക്കി വേഗം. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ബലിഷ്ഠഹസ്തം ഉയർന്ന് അവളെ തടഞ്ഞത്. ഇരുമ്പിനേക്കാൾ ബലമുള്ള ആ കൈയുടെ പിടി വിടുവിക്കാനാവാതെ മാല തിരിഞ്ഞു നോക്കി. ഗംഗാധരൻ നായരാണ് പിന്നിലെ ഇരിപ്പിടത്തിൽ. അതോടെ അവളുടെ സർവ്വ ഊർജവും താണു. കൊടിച്ചിപ്പട്ടി, എവിടുന്ന് കിട്ടിയിട്ട് നിനക്ക് ഇത്രയും തിളപ്പ്? മാലയുടെ ഇരു കവിളിലും അയാൾ മാറി മാറി അടിച്ചു. അവൾ കുഴഞ്ഞു സീറ്റിലേക്ക് വീണു. മുഖം കേടാക്കണ്ട അമ്മാവാ. രാഗി ചിരി കടിച്ചമർത്തി. വിൽപ്പനയ്ക്കുള്ള ഒരുവല്ലേ. നീ വേഗം വണ്ടി വിട്ടോ. അറിഞ്ഞാലുടൻ അവൻ പുറകെ വരും. ഗംഗാധരൻ നിർദ്ദേശിച്ചു. ദാ നമ്മൾ എറണാകുളത്തെത്തി. വിനിച്ചേട്ടൻ ഇനി നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. വീരവാദമൊന്നും വേണ്ട. കത്രിക കടവ് വഴി തിരിഞ്ഞു പോയിക്കോ. അവൻ ചിലപ്പോൾ പോലീസിൽ ഇൻഫോം ചെയ്യും. എന്നാലും പാലാരിവട്ടം കഴിഞ്ഞ് ഇടപ്പള്ളിയിലെത്താതെ പറ്റത്തില്ലല്ലോ. ഇടപ്പള്ളിയിൽ എത്തിച്ചാൽ മതി. അവന്മാർ വന്ന് അപ്പോഴത്തേനും മറ്റൊരു വണ്ടി കയറ്റിക്കോളും. അടിയുടെ ആഘാതത്തിൽ തളർന്നു കിടക്കുകയായിരുന്നെങ്കിലും മാലയുടെ കാതിൽ ആ സംസാരം എത്തുണ്ടായിരുന്നു. പാലാരിവട്ടം, ഇടപ്പള്ളി എന്നൊക്കെ കേട്ടപ്പോൾ അവൾക്കൊരു പുനരൂർജം കിട്ടി. മെല്ലെ സീറ്റിൽ നിവർന്നിരുന്നു. എന്നിട്ട് ക്ഷീണഭാവത്തിൽ നിറമുള്ള ഗ്ലാസ്സിലേക്ക് മുഖം ചായച്ചു വെച്ചു. കണ്ണുകൾ പാതി തുറന്ന് അവൾ റോഡിലേക്ക് നോട്ടമയച്ചു. കത്രിക്കടവ് എന്ന് പറഞ്ഞെങ്കിലും വണ്ടി തമ്മനത്തെ അയ്യപ്പക്ഷേത്രം റോഡ് കടക്കുകയാണ്. ഗ്ലാസ് താഴ്ത്താനുള്ള സംവിധാനം തപ്പിക്കണ്ടെത്തി. ധാരാളം പരിചയമുള്ള സ്ഥലമാണ്. ആരെങ്കിലും പുറത്തു കണ്ടിരുന്നെങ്കിൽ ഗ്ലാസ് താഴ്ത്തി സഹായം അഭ്യർത്ഥിക്കാമായിരുന്നു. കൂരിരുട്ടിൽ ഒരു കൊള്ളിയാൻ എന്നോണമാണ് റോഡിൽ പെടുന്നതിനെ റോജയുടെ സ്കൂട്ടി മാല കണ്ടത്. ട്രാഫിക് ബ്ലോക്കിൽ റോജയുടെ വണ്ടി നിന്നതും ഇനിയൊരു അവസരത്തിന് കാക്കാതെ അവൾ ഗ്ലാസ് താഴ്ത്തി. ബ്ലോക്കിനിടയിലൂടെ സ്വന്തം സ്കൂട്ടി മുന്നോട്ട് തിക്കി കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു റോജ.
റോജു മോളെ ആവുന്നത്ര ശബ്ദമുയർത്തി മാല കരഞ്ഞു. ട്രാഫിക്കിൻ്റെ കുരുക്കിനിടയിൽ നിന്നും റോജ ഞെട്ടലിൽ തിരിഞ്ഞു നോക്കി. ഒപ്പം കുറച്ച് കാൽനട യാത്രക്കാരും ടൂ വീലർ യാത്രക്കാരും. അപ്പോഴേക്കും ബിച്ച് എന്ന അലർച്ചയോടെ തൻ്റെ അരികിലുള്ള സ്വിച്ച് അമർത്തി രാഗി ആ ഗ്ലാസ് ഉയർത്തിയിരുന്നു. ഒരു മിന്നൽ പോലെ ആ റോജയ്ക്കും ചേച്ചിയുടെ മുഖം കാണാനായുള്ളൂ. എങ്കിലും ആ വണ്ടി അവൾ ശ്രദ്ധിച്ചു. അതിനരികിലേക്ക് ചെല്ലാൻ വയ്യാത്ത വിധത്തിൽ കുറേയധികം വണ്ടികൾക്കിടയിലായിരുന്നു റോജയുടെ സ്കൂട്ടി. അടുത്ത നിമിഷം ബ്ലോക്ക് ഒഴിഞ്ഞ് വണ്ടികൾ ചലിക്കാൻ തുടങ്ങിയിരുന്നു. ചേച്ചിയുടെ കരച്ചിലുയർന്ന വണ്ടി തൊട്ടു പിന്നിലായിരുന്നു. തിരിഞ്ഞു നോക്കാനോ കാത്തു നിൽക്കാനോ ആവാതെ വണ്ടികളുടെ ഒരു കൂട്ട ഒഴുക്കിൽ റോഡ് ക്രോസ് ചെയ്യേണ്ടി വന്നു അവൾക്ക്. റോഡ് മുറിച്ചു കടന്നതും റോജ തിരിഞ്ഞു നോക്കി. പാലാരിവട്ടം ബൈപ്പാസിലേക്ക് തിരിഞ്ഞു പറക്കുകയായിരുന്നു ആ വണ്ടി. എങ്കിലും തിടുക്കത്തിൽ അവൾ ആ നമ്പർ കൈവെള്ളയിൽ കുറിച്ചു. മാലയെ തന്നെയാണോ ആ വില കൂടിയ വണ്ടിക്കുള്ളിൽ കണ്ടതെന്ന് റോജയ്ക്ക് സംശയമുണ്ടായിരുന്നു. അത് മാലയാണെങ്കിൽ എന്തിനെ അവൾ തന്നെ കണ്ട മാത്രയിൽ ഗ്ലാസ് ഉയർത്തി മുഖം മറച്ചു. റോജു മോളെ എന്നൊരു വിളി ആ തിരക്കിനും ബഹളങ്ങൾക്കുമിടയിൽ തൻ്റെ കാതിലെത്തിയതാണ്. അത് മാലയുടെ ശബ്ദമായിരുന്നു. മാല കൊച്ചിയിൽ തന്നെയുണ്ടെന്ന് ഷേർലി ചേച്ചിയുടെയും ലേഖമ്മയുടെയും സാക്ഷ്യങ്ങൾ വിശ്വസിച്ച് തനിക്ക് പെട്ടെന്ന് സംഭവിച്ച ഒരു മതിഭ്രമമാവുമോ ആ കരച്ചിൽ? തൻ്റെ സഹോദരി മാലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ബാങ്കിലെ പുതിയ മാനേജർ മിസ്സിസ് അലോക ജോണുമായി അവൾ ഡിസ്കസ് ചെയ്തിരുന്നു. അലോക മാമിൻ്റെ ഹസ്ബൻഡ് ജോൺസൺ ടൗൺ CA ആണ്. അപ്പോൾ തന്നെ റോജ അലോകയെ വിളിച്ച് തൻ്റെ അനുഭവം പങ്കുവച്ചു. ഒക്കെ നിൻ്റെ തോന്നലാണോ റോജ? അങ്ങനെ ഒരു നേർത്ത ശങ്ക എനിക്കുമുണ്ട് മാം. പക്ഷെ അത് റിയൽ ആണെങ്കിലോ? ഞാൻ മാത്രമല്ല, മാലയുടെ ഒരു പഴയ സഹപ്രവർത്തകയും ഞങ്ങളുടെ ആൻറ്റിയും അവളെ ഈ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. കരഞ്ഞത് മാലയാണെങ്കിൽ അവൾ അപകടത്തിലാണെന്ന് വേണ്ടേ കരുതാൻ? അതെ, പക്ഷെ എന്നെ കണ്ടുകൊണ്ടാണ് അവൾ അങ്ങനെ കരഞ്ഞതെന്നെങ്കിൽ ഉടനെ ഗ്ലാസ് ഉയർത്തി മുഖം മൊളിച്ചത് എന്തിനാണ്? ഗ്ലാസ് ഉയർത്തിയതും അവളുടെ മുഖം മൊളിച്ചതും ആ വണ്ടിയിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റാരെങ്കിലും ആയിക്കൂടെ? നീ പറഞ്ഞ ആ വണ്ടി ഇവിടെ ഇപ്പോൾ വളരെ റെയറാണ്. നമ്പർ കൂടി കിട്ടിയ സ്ഥിതിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ജോസനോട് സംസാരിച്ച ശേഷം രാത്രി നീ ഉറങ്ങും മുമ്പേ ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം മാം. വേണ്ട മോളെ, ഞാൻ വിളിച്ചോളാം. ഞാനും ജോസനുമൊന്നും അത്ര റിസർവ്ഡ് കക്ഷികളില്ലെന്ന് ഇതിനകം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വീട്ടിലെത്തിയ റോജയ്ക്ക് ഇരിക്കാനോ കിടക്കാനോ പച്ചവെള്ളം പോലും കഴിക്കാനോ ആവാത്ത അവസ്ഥയായിരുന്നു. അമ്മയോട് പോലും അവൾ തൻ്റെ പ്രശ്നം പറഞ്ഞതുമില്ല. മുറിയിലൂടെ അങ്ങിങ്ങ് നടന്നുകൊണ്ടിരുന്ന പാവം. നിനക്കെന്ത് പറ്റി റോജ? ലേഖ തിരക്കി. കാശിപ്പ് വരാത്തതിൻ്റെ വിഷമാണോ? ഇങ്ങനെ ഒരവസ്ഥയിൽ അവനെങ്ങനെ ഇവിടെ നിൽക്കാനാവും കുട്ടി? പഴയ കാമുകി ഒരു കുട്ടിയായിട്ട് തിരിച്ചു വന്നാൽ എവിടേക്കെങ്കിലും ഒളിച്ചോടാനല്ലേ പറ്റൂ? റോജ കണ്ണുമിഴിച്ച് ലേഖയെ നോക്കി. അമ്മയോട് താൻ പറഞ്ഞതെല്ലാം ലേഖമായി ചോർത്തിയെന്ന് അവൾക്ക് ബോധ്യമായി. ഇനിയിപ്പോൾ നീ വേണം കാശ്യപിനെ സമാധാനിപ്പിക്കാൻ. ഇതൊന്നും നിനക്കൊരു പ്രശ്നമില്ലെന്ന് മനസ്സിലായ അവൻ തിരിച്ചു വരും. അങ്ങനെ എന്തിനാ ഇപ്പോൾ അയാൾ തിരിച്ചു വരണത്? അയ്യോ, ലേഖ അത്ഭുതത്തിൽ മൂക്കത്ത് വിരൽ ചേർത്തു. ഇതെന്ത് ചോദ്യം മോളെ നീ ചോദിക്കണത്? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കല്ലടി ദോഷം. നിർത്ത്, റോജ ശബ്ദമെടുത്തു. എത്ര കാലമായി ലേഖമായി പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ചെല്ലാരംഭിച്ചിട്ട്? ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾ തന്നെയാണ് ഇത് ഏറ്റുപാടുന്നത്. പെണ്ണ് എവിടെ തോൽക്കണമെന്ന് ഈ ചെല്ലിൻ്റെ അർത്ഥം. അത് പാടിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ മാമയുടെ മുന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ മുന്നിൽ തോറ്റിട്ടുണ്ടാവും. അങ്ങനെ തോറ്റിരുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ഇന്ന് ഈ അവസ്ഥയിൽ ഈ ഭൂമുഖത്തുണ്ടാവുമായിരുന്നു. ലേഖയ്ക്ക് ഉത്തരം മുട്ടി. നിങ്ങൾക്ക് തന്നെ അറിയാം, ശശിമാമയുടെ മുന്നിൽ തോറ്റു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളും രണ്ട് മക്കളും കൂടി ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിന് മുന്നിൽ കയ്യും നീട്ടി ഭിക്ഷയ്ക്കിരിക്കേണ്ടി വന്നതിന് നേരല്ലേ? എന്നിട്ട് എന്തിനാ ലേഖമ്മായി മറ്റുള്ളവരെ കുഴിച്ചടിക്കാൻ വേണ്ടി ഈ ഒരു ഉപദേശം? ഇന്നത്തെ പെൺകുട്ടികൾ ഇലകളല്ല, അവർ മുള്ളുകളായിട്ട് മാറി. ഇങ്ങോട്ട് കുത്തിയ അങ്ങോട്ടും തിരിച്ചു കുത്തും. റോജ പറയണതിൽ നേരുണ്ട് കേട്ടോ. നേരിയൊരു ചമ്മലോടെ ലേഖയുടെ പിന്നിൽ നിന്നിരുന്ന സുഭാഷിണിയും പറഞ്ഞു. നേരുണ്ടെന്നറിഞ്ഞിട്ടും എന്തിനാ അമ്മായി ഇത്തരം കള്ള ഉപദേശങ്ങൾക്ക് മുതിരണത്? കാശവേട്ടനുമായി പൊരുത്തപ്പെട്ട് ഞാൻ എങ്ങനെയും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങിപ്പോകണമെന്നല്ലേ റോജമ്മയുടെ ആഗ്രഹം? അത് പിന്നെ ലേഖ തപ്പിത്തറിഞ്ഞു. അത് പിന്നെ എനിക്കും സുചേച്ചിക്കുമൊക്കെ നീ സുഖമായും സന്തോഷമായും ഒരു കുടുംബജീവിതം നയിച്ചു കാണണമെന്ന് തന്നെയല്ലേ ആഗ്രഹം?
അമ്മയുടെ ആഗ്രഹം അത് തന്നെയായിരിക്കും. പക്ഷെ ലേഖമ്മയ്ക്കറിയാമല്ലോ, കാശ്യപ് എന്ന ആ മനുഷ്യൻ്റെ ഒപ്പമുള്ള എൻ്റെ ജീവിതം ഒരിക്കലും സുഖകരവും സന്തോഷകരവും ആയിരിക്കില്ലെന്ന്. എന്നാലും എങ്ങനെയും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. എന്നാലല്ലേ ഇവിടുത്തെ സർവ്വ പണിയും സ്വന്തം ചുമലിലാണെന്ന ഭാവത്തിൽ എൻ്റെ അമ്മയിട്ട് കഷ്ടപ്പെടുത്തി കാൽ കാശിൻ്റെ ചിലവില്ലാതെ ഇവിടെ കുടുംബസഹിതം സസുഖം ജീവിക്കാൻ പറ്റൂ. സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഈ ഏർപ്പാടെന്ന് മറക്കണ്ട. കേട്ടോ സുചേച്ചി? ലേഖ വീണ്ടും സുഭാഷിണിയുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് കൈമടക്ക് കണ്ണുകളോട് ചേർത്ത് സങ്കടത്തിൽ തുടർന്നു. സുചേച്ചി ഇവിടെ തനിച്ചാവുമല്ലോ എന്ന് കരുതി മാത്രമല്ലേ ഞാനും എൻ്റെ കുട്ടികളും ഇവിടെ വന്ന് താമസിക്കണത്. എന്നിട്ട് ഇവള് പറഞ്ഞത് കേട്ടോ, ശശിമാമ ഏതായാലും ഇവൾക്ക് അന്യനല്ലല്ലോ. ഞാനും എൻ്റെ കുട്ടികളും അല്ല വലിഞ്ഞു കയറി വന്നവർ. ഞങ്ങൾ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം, പ്രശ്നം തീരുമല്ലോ. അകത്തേക്ക് പോവാനായി അവൾ തിരിഞ്ഞു. ഉടൻ സുഭാഷിണി കൈപിടിച്ച് നിർത്തി. റോജയുടെ സ്വഭാവം കുട്ടിക്കാലം തൊട്ട് നിനക്കറിയാവുന്നതല്ലേ ലേഖേ. അവളുടെ സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇത്ര സന്ധ്യയ്ക്ക് ഇറങ്ങിപ്പോവാ. കല്യാണം കഴിച്ചവൻ വിരുന്നിന് കൊണ്ടുവന്ന് ഗേറ്റിലിറക്കി വിട്ടിട്ട് പോയിട്ട് ഇപ്പോൾ ദിവസം എത്രയായി? വിളിച്ചാൽ അവനെ ഫോണിൽ കിട്ടുമോ? അതുമില്ല. സങ്കടം ഉണ്ടാവില്ലേ അതിന്? ചെറിയ കുട്ടിയല്ലേ അവൾ. അതോടെ ലേഖയുടെ മുഖത്ത് സഹതാപമായി. റോജ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. അവളുടെ ചിന്തയിൽ വീണ്ടും മാലയായി. ഒരിക്കൽ കൂടി അവൾ കാശ്യപിൻ്റെ നമ്പറിൽ ശ്രമിച്ചു. അതപ്പോഴും ഓഫായിരുന്നു. അപ്പോഴാണ് ഓർമ്മയിൽ പഴയൊരു പേര് തെളിഞ്ഞത്, നന്ദകിഷോർ. വേദനിപ്പിക്കണ്ട എന്ന് കരുതിയാണ് പരസ്പരം കല്യാണങ്ങൾക്ക് പോലും ക്ഷണിക്കാതിരുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ആപൽഘട്ടത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ മുഖം തിരിക്കുന്ന ആളല്ല പഴയ നന്ദേട്ടൻ. അദ്ദേഹത്തിൽ ഇപ്പോഴും ഒരു നല്ല സുഹൃത്തും സഹോദരനും ജീവിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ടും മടിച്ചാണ് റോജ ആ നമ്പർ ഡയൽ ചെയ്തത്. കാളന്തി തടത്തിലെ രാധ എന്ന പഴയ മ്യൂസിക് മാറിയിരിക്കുന്നു. സാധാരണ ബെല്ലുകൾ മാത്രം. 5ാമത് ബെല്ലിന് കോൾ എടുക്കപ്പെട്ടു. എന്താ റോജ? അവളെല്ലാം വിശദമായി അറിയിച്ചു. നിന്റെ കല്യാണത്തിന് മുൻപേ തന്നെ മാല വീട് വിട്ടുപോയിരുന്നോ? ഉവ്. എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ലല്ലോ? മാലയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടായിരുന്നല്ലോ. എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ അവളെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. നിന്നെ വേണ്ടാന്ന് വെച്ചതുപോലും മാല സമാധാനമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രം എനിക്കില്ലാതെ പോയ ഒരു കൂടപ്പുറപ്പിൻ്റെ സ്ഥാനം അവൾക്ക് ഞങ്ങൾ നൽകിയത്. ഈശ്വര, ആ കുട്ടിയുടെ ഒരു ജീവിതം. നന്ദൻ സങ്കടത്തിൽ വിങ്ങി. എനിക്കൊന്നേ വേണ്ടു നന്ദേട്ടാ. റോജയും കരഞ്ഞു. അവളെ ജീവനോടെ എനിക്കൊന്ന് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. മാലയുടെ ഫോട്ടോ വെച്ച് നമുക്കൊരു പത്ര അറിയിപ്പ് നൽകിയാലോ? ഇന്ന് തന്നെ നമുക്കത് നൽകാം. അയ്യോ വേണ്ട, തിരിച്ചു വന്നു കഴിയുമ്പോൾ അവളുടെ സൽപ്പേരിന് അതൊരു തീരാ കളങ്കാവും. പത്രക്കാരെയും പോലീസിനെയും എനിക്ക് പേടിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതായ സെക്സ് റാക്കറ്റുകളുടെ കയ്യിൽ നിന്നും തിരിച്ചു കൊണ്ടുവരപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥകൾ നന്ദേട്ടന് അറിയാമല്ലോ. അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു പുനർജീവനം. ശരിയാണ്. നന്ദൻ നിശ്വാസം അയച്ചു. ഇനി അവൾക്ക് ഒരു വിവാഹ ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപമാനം പേറാതെ അതിനൊരു സുരക്ഷിത ജീവിതം നമുക്ക് ശ്രമിക്കാം റോജ. ലഭിച്ച അറിവുകൾ വെച്ച് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. പിന്നെ എന്താ നന്ദേട്ടാ, നിനക്ക് സുഖമാണല്ലോ അല്ലേ? അതെ. കാശ്യപ് നല്ല സ്നേഹമുള്ളവനാണല്ലേ? അതെ. നന്ദേട്ടൻ്റെ ജീവിതമോ? ഈക്വലി ഹാപ്പി. എങ്കിൽ ഞാൻ വീണ്ടും വിളിക്കാം. മാലയുടെ കാര്യം അറിഞ്ഞിട്ട് കാശ്യപിൻ്റെ പ്രതികരണം അറിയിച്ചിട്ടില്ല ഞാൻ. ഓക്കെ. നന്ദനാണ് കോൾ അവസാനിപ്പിച്ചത്. എല്ലാം ഒരാളോടെങ്കിലും തുറന്നു പറഞ്ഞതിൽ വല്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു അവൾക്ക്. അമ്മയും ലേഖമായുമൊക്കെ ഉറങ്ങാൻ കിടന്ന ശേഷമാണ് റോജയ്ക്ക് മിസ്സിസ് അലോക ജോണിൻ്റെ വിളി വന്നത്. റോജ, നീ തന്ന വണ്ടി നമ്പർ ശരി തന്നെയാണോ മോളെ? അതെ മാം, റോഡിൽ നിന്ന് ഞാൻ കുറിച്ചെടുത്തതാ. എങ്കിൽ നീ കുറിച്ചപ്പോൾ നമ്പർ തെറ്റി. അല്ലെങ്കിൽ അതൊരു കള്ള നമ്പർ പ്ലേറ്റാണ്. എങ്കിൽ പിന്നെ പോലീസിൻ്റെ കണ്ണിൽ അതെന്തുകൊണ്ട് പെട്ടില്ല എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ജോൺസൺ സാർ എന്തു പറഞ്ഞു മാം? നീ പറഞ്ഞ നമ്പറിൽ ഇതുപോലൊരു വണ്ടി ഇവിടെ ഇല്ലെന്ന്. മാലയുടെ കരച്ചിൽ കേട്ടതുപോലെ ആ വണ്ടിയുടെ നമ്പറൊന്നും നിൻ്റെ ഒരു ഹാലൂസേഷനാണോ മോളെ? ഒരുത്തനെ തന്നെ നനച്ചിരുന്ന വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു ചെല്ലുണ്ടല്ലോ. റോജയ്ക്ക് മറുപടി ഇല്ലാതായി. ഏതായാലും നീ വിഷമിക്കണ്ട, നമുക്ക് വേണ്ടത് ചെയ്യാം. അവർ കോൾ കട്ട് ചെയ്തതും റോജ ശബ്ദമില്ലാതെ കരഞ്ഞു. രാത്രി ഒട്ടും ഉറങ്ങാനായില്ല.
എങ്കിലും അമ്മയുടെ ഒറ്റ കിടക്കയിൽ ചെന്ന് ഒട്ടിക്കിടന്നു. ആരുടെയെങ്കിലും ഒരു തുണ അപ്പോൾ അത്യാവശ്യമായിരുന്നു. വെളുപ്പിന് 5-ന് കോളിംഗ് അലാറം ശബ്ദിച്ചപ്പോൾ എഴുന്നേറ്റ് കുളിമുറിയിൽ കടന്ന് റോജ കുളിച്ച് വേഷം മാറ്റി. അപ്പോഴാണ് കിടക്കയിൽ നിന്നും ഫോണിൻ്റെ ശബ്ദം. ഓടിച്ചെന്ന് ഫോണെടുത്ത് അവൾ പുറത്ത് കടന്നു. നമ്പർ ശ്രദ്ധിക്കാതെയാണ് കോളെടുത്ത് കാതോട് ചേർത്തത്. റോജ, നീ ഉറക്കമായിരുന്നോ? അലോകയുടെ ശബ്ദം. അല്ല മാം, ഞാൻ കുളി കഴിഞ്ഞു. എങ്കിൽ റിയലബിളില്ലാത്തൊരു ന്യൂസുണ്ട്. പോലീസിൽ നിന്ന് അറിഞ്ഞതല്ല. ജോച്ചൻ അറിയുന്ന ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ തലവൻ വെളുപ്പിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. എന്താ മാം? റോജ കരച്ചു. ആരെങ്കിലും ഉണ്ടോ നിൻ്റെ അരികിൽ? ഇല്ല, ആൾ പറഞ്ഞു. പക്ഷേ തൊട്ടു പിന്നിൽ ശശിയും ലേഖയും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നും ഞാനൊരു കൊടുംചതിയിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പാട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ സ്റ്റോറി നിർത്തിയിരിക്കുന്നത്. നാളെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും വരും. രാത്രി 9 മണിക്ക് എന്നെ കേൾക്കാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ഒക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ്, ഒരു സന്തോഷമാണ്. അപ്പോൾ കമൻറ്റുകളൊക്കെ എന്തായാലും ചേർക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. നമ്മുടെ നോവൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു 5-6 പാട്ടുകൾ കൊണ്ട് നമ്മുടെ നോവൽ ഏകദേശം തീരുമെന്ന് വിശ്വസിക്കാം. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. ശുഭദിനം.